ഹലോ, വെൽക്കം ടു ബയോ തോട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ നീറ്റ് ബയോ ക്ലാസ്സുകൾ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എൻ്റെ പേര് അഞ്ജലി കൃഷ്ണ. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ ആയിട്ടും എന്നാൽ അതോടൊപ്പം തന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് അതും പിന്നെ കുറച്ച് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് 2026 നീറ്റ് എക്സാം ബയോളജി 360 ഡിഗ്രിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ചിലർക്ക് കിട്ടി കാണും, ക്ലാസ് തുടങ്ങിയിട്ടില്ല, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവാതിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അതിൽ നമ്മളിപ്പോൾ എൻ്റെ ഈ ബുക്ക് ഉണ്ട്, അവിടെ ഞാൻ കാണിച്ചു തരാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഷീറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ പറയുന്നത്? എന്തായിരിക്കും? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഈ ടേം തന്നെ ഞാൻ എഴുതട്ടെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്താണ് മനസ്സിലാവുന്നത്? മനുഷ്യന്മാരെ കുറിച്ചാണ്. എന്തായാലും മനുഷ്യന്മാരെ കുറിച്ചാണ്. പിന്നെ അപ്പൊ മനുഷ്യന്മാരിൽ തന്നെ സെക്സ്, ഫീമെയിൽ, മെയിൽ, നമ്മൾ രണ്ട് രീതിയിലും ഇതിന്റെ റെപ്രസെന്റേഷൻ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻഡിവിജ്വൽ സെക്സ് അനുസരിച്ച് ഫീമെയിൽ റെപ്രസെന്റേഷൻ, മെയിൽ റെപ്രസെന്റേഷൻ. ഓക്കെ, പിന്നെ റീപ്രൊഡക്ഷൻ, നമ്മൾ അടുത്ത ജനറേഷൻ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അത് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ആസ്പെക്ട് തന്നെ കിട്ടി നമുക്ക്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് മനുഷ്യന്മാരിൽ കാണുന്നത് അല്ലേ. പിന്നെന്താ? ബേബി പാരസ് ആണ്. നമ്മൾ മുട്ടയൊന്നല്ലല്ലോ. വി ആർ ഗിവിംഗ് ബർത്ത് ടു യങ് വൺ അല്ലെ. നിന്നെ ഞാൻ 10 മാസം ചുമന്നതാ എന്നൊക്കെ എന്താ പറയാ, എന്നിട്ട് കണ്ടില്ലേ കുരുത്തക്കേട് ഒപ്പിക്കുന്നത്. അപ്പൊ ഓക്കെ, ബേബി പാരസ് അല്ലെ. പിന്നെന്താ? ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി അപ്പൊ രണ്ട് ആസ്പെക്ട് നമ്മൾ ഓക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെന്ന് അറിയാം, ബേബി പാരസ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ് ആണെന്ന് അറിയാം. ഇനി നമ്മൾ ഇതിന്റെ ഇവന്റ്സ്, ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിനൊരു ഇവന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഹ്യൂമൻസിലും അതേപോലെ കുറച്ച് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഇവന്റ്സ്? അപ്പൊ ഫസ്റ്റ് ഇവന്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗെമിറ്റോജനസിസ്. നമ്മൾ ഇവന്റ്സ് എടുക്കുകയാണെ. ഗെമിറ്റോജനസിസ്. ജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ. ഗെമിറ്റോജനസിസ് ഫോർമേഷൻ ഓഫ് എന്താണ്? ഗമേറ്റ്സ്. ഗമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ റെപ്രസെന്റേഷൻ. മെയിൽ ഗമേറ്റ് ഏതാ? നമ്മള് സ്പേം എന്ന് പറയും. അത് മൊട്ടയിലാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഫ്ലജല പോലെ സ്ട്രക്ചർ അതിന് മൊട്ടിലിറ്റിക്കുണ്ട്. പിന്നെ ഫീമെയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓവം, എഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, ഓവം അല്ലെ. അതിന് കുറെ ഫോളിക്കിൾസ് ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റിന്റെ ഞാൻ കുറച്ചും കൂടി ടെക്സ്റ്റിന്റെ ഷീറ്റ് വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് അതിന്റെ കൺസെപ്റ്റിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിലോട്ടൊക്കെ പോവാം. വെയിറ്റ്. അപ്പൊ നമുക്ക് ഗെമിറ്റോജനസിസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്പേമിന്റെ ഫോർമേഷൻ ആണ് ഞാൻ എന്ത് പറയും? സ്പെർമാറ്റോജനസിസ് എന്ന് പറയാം അല്ലെ. സ്പെർമാറ്റോജനസിസ്. ഇനി ഫീമെയിലിന്റെ ഓവം ജനറേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഊജനസിസ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഇവന്റ്സ് ഓഫ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ ഇവന്റ്സ് എന്ന് പറയുന്ന ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഫസ്റ്റ് എന്താണ്? ആദ്യം ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ, നമ്മൾ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു ഫാദർ മദർ, അതിൻ്റെ ഉള്ളിൽ രണ്ടിലും ഗമേറ്റ്സുകൾ ഫോം ചെയ്യണം. അപ്പൊ അതിനെന്ത് പറയും? ഗെമിറ്റോജനസിസ് എന്ന് പറയും. പിന്നെന്താ? രണ്ടാമത്തെ പ്രോസസ്സാണ്. ഇനി ഇതുണ്ടായാൽ മാത്രം പോരാ, ഇത് ട്രാക്കിലോട്ട് എത്തണം. ദാറ്റ് ഇസ് സെക്ഷുവൽ ആക്ടിവിറ്റിയുടെ സമയത്ത് നമ്മൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ്. നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ്, ദാറ്റ് ഇസ് ഫീമെയിൽ ആൻഡ് മെയിൽ, നമ്മൾ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്ഷുവൽ ആക്ടിവിറ്റിയുടെ സമയത്ത് എന്താണ്? മെയിൽ ഇൻഡിവിജ്വലിൽ നിന്ന് എന്ത് വരണം? ഇജാക്കുലേഷൻ. സെക്ഷുവൽ ആക്ടിവിറ്റിയുടെ സമയത്ത്. അപ്പൊ ഇജാക്കുലേഷനിൽ എന്തുണ്ട്? സെമൻ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ സെമൻ ഉണ്ട്. ആ സെമനിൽ എന്തുണ്ട്? സെമനൽ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അതിനാവശ്യമുള്ള കുറച്ച് സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. അതിലെന്താണുള്ളത്? നമ്മുടെ സ്പേം ഉണ്ട്. ഓക്കെ, അപ്പൊ സ്പേമിന് മോട്ടിലേറ്റ് ചെയ്യുന്ന മില്യൻസ് ഓഫ് സ്പേംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് അതിന് ഇജാക്കുലേഷന്റെ ടൈമിൽ ഈ സെമൻ ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ദാറ്റ് ഇസ് നമ്മൾ വജൈനയൊക്കെ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് പഠിക്കും. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദാറ്റ് ഇസ് നമ്മൾ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഇസ് സെമന്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പറയും ഇൻസെമിനേഷൻ. ഓക്കെ, ഇൻസെമിനേഷൻ നടന്നു. അപ്പൊ രണ്ടാമത്തെ ഇവന്റ് അല്ലെ, രണ്ടാമത്തെ ഇവന്റ് ഇവിടെ. ഓക്കെ, ഇൻസെമിനേഷൻ ആണ്.
അപ്പൊ നമ്മുടെ സ്പേം വിജയകരമായി അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താ നടക്കണ്ടേ? ഇനി സ്പേം ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ വജാനയിൽ നിന്ന് സെർവിക്സിന്റെ റീജിയനിലോട്ട് പോകും. ഈ ടേംസ് ഒക്കെ പുതിയതായിരിക്കും, ബട്ട് ഇൻട്രൊഡക്ഷൻ അല്ലേ ഇത് കഴിഞ്ഞാൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്പേം ഇങ്ങനെ ട്രാവൽ ചെയ്ത് വജൈന വഴി സെർവിക്സ് വഴി യൂട്രസിലോട്ട് എത്തി. അവിടെ നിന്ന് അതിനൊരു ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ആംബുലർ റീജിയനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഇവിടെ ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് ആ ഫിംബ്രിയെ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഒരു ഫിംബ്രിയുടെ ഭാഗമുണ്ട്. ഈ കഥക്ക് നിങ്ങൾക്ക് ലേറ്റർ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഓവും സ്പേമും തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടി അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവും? സൈഗോട്ട് ഫോം ചെയ്യും അല്ലെ? ഇവരുടെ രണ്ടുപേരുടെയും ഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഹാപ്ലോയിഡ് സ്റ്റേറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഇൻഡിവിജ്വൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. അപ്പം ഒരു ഫാദറും മദറും ഒരു ഗമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിലെന്തായിരിക്കും? നേരെ ഹാഫിൽ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലല്ലേ നമുക്ക് രണ്ടും കൂടി ചേർന്ന ഒരു 46 ക്രോമസോം ഉള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെ, ഐ മീൻ ഡിപ്ലോയിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്തായി? നമുക്ക് 2n സ്റ്റേജിലുള്ള സൈഗോട്ട് ഉണ്ടായി. അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പൊ അടുത്ത ഇവന്റ് എന്താണ്? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി എന്താ നടക്കുന്നേ? ഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ ആയി. ഇനി നമ്മുടെ സെല്ല് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അതിന് അറേഞ്ച്മെന്റ് നടന്നത് നമ്മുടെ എംബ്രിയോയുടെ സ്ട്രക്ചർ ആവണം. അപ്പൊ അതെന്താവണം? ഇനി ഇത് ക്ലീവേജിന്റെ അണ്ടറിൽ പോകണം. ക്ലീവേജ് പോയി കഴിഞ്ഞാൽ എന്താവും? ഇതിൻ്റെ ഉള്ളിൽ 2 സെൽസ് വരുന്നുണ്ട്, 4 സെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ 2, 4, 8, 13. പിന്നെന്താണ്? അങ്ങനെ ഇങ്ങനെ ക്ലീവേജ് നടന്നുകൊണ്ടിരിക്കും. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഡിവിഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? സ്റ്റേറ്റ് മാറുന്നുണ്ട്. നമ്മൾ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ 46 ക്രോമസോം തന്നെ ആവണ്ടേ? അപ്പൊ അവിടെ എന്താവുന്നില്ല? അവിടെ മിയോസിസ് നടക്കുന്നില്ല, മൈറ്റോസിസ് ആണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ എണ്ണം ഇങ്ങനെ അതിനുള്ള ബ്ലാസ്റ്റോമിയ സെൽസിന്റെ എണ്ണമാണ് ഡിവൈഡ് ചെയ്ത് കൂടി വരുന്നത്. പക്ഷെ സെല്ലിന്റെ വോളിയം മൊത്തത്തിലൊന്നും മാറുന്നില്ല അല്ലെ? അങ്ങനെ നമ്മുടെ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് എന്താവും? ഒരു ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വരും. ഔട്ടർ ആയിട്ടുള്ള ഒരു സെൽസ് അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇന്നർ ആയിട്ട് ഔട്ടർ ആയിട്ട് ഇങ്ങനെ ഒരു സെൽ വരുന്നുണ്ട്. പിന്നെന്താണ്? ഇന്നറിൽ ഇങ്ങനെ ഒരു സെൽ മാസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെന്താ നമ്മൾ പറയും? ഇന്നർ സെൽ മാസ്, ICM. ഓക്കെ, ഇത് ട്രോഫോബ്ലാസ്റ്റ്. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റിന്റെ ഭാഗം കാണിക്കുമ്പോൾ ട്രോഫോബ്ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നേ? ഇവിടെ എന്താ നടക്കുന്നേ? ഇത് കഴിഞ്ഞ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് സ്റ്റേജിലാണെങ്കിൽ ബ്ലാസ്റ്റോലേഷൻ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഓവർ സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് അതൊന്നും പഠിക്കാനില്ല. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഇനി ഇവർ നേരെ ഈ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഇത് ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ എത്തിക്കഴിഞ്ഞിട്ട് ഇത് യൂട്രസിന്റെ ആ ഒരു ലേഡിയുടെ യൂട്രസിൽ എന്ത് വരുന്നുണ്ട്? അത് ഇംപ്ലാന്റ് ചെയ്യുന്നു അല്ലെ? അതിന്റെ ആവശ്യമുള്ള ഡിവിഷൻ കഴിഞ്ഞ് അതിനെ അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രക്ചർ ഫോം ചെയ്താൽ എന്ത് ചെയ്യും? ഈ സൈഗോട്ട് ഈ എംബ്രിയോ വളരണ്ടേ? അതിന്റെ ബെഡ് അവിടെ റെഡിയാക്കി ഇരിക്കണം. അപ്പൊ അവിടെ പോയി അറ്റാച്ച് ചെയ്യണ്ടേ? അവിടെ പോയി അത് അറ്റാച്ച് ചെയ്യും. അപ്പൊ അതിനെന്താ പറയും? ഇംപ്ലാന്റേഷൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ്? ഇനി നമ്മുടെ ചെറിയൊരു ഇത്തിരി മോനെ ഒരു പയറുമണിക്കോ അല്ലെങ്കിൽ മുന്തിരി മണി പോലെയുള്ള അതെങ്ങനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് അതുമായി അതിനുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ നടന്ന് അതെന്തായി മാറണം? എംബ്രിയോ ആയി മാറണം. പിന്നെ ഫീറ്റസ് ഫുൾ ടേം ആയിട്ടുള്ള ഒരു 9 months അല്ലെ ഒക്കെ ആകുമ്പോൾ ഒരു ഫീറ്റസ് ആയി മാറുന്നുണ്ട്. അപ്പൊ അതിനെന്ത് നമ്മൾ പറയും? ഈ പീരീഡ് ഓഫ് അതിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് നമ്മൾ എന്ത് പറയും? ജസ്റ്റേഷൻ. പിന്നെ ഫൈനലി ഇനി കുട്ടി ഫുൾ ഒരു 9 മാസമൊക്കെ വളർന്നു. കുട്ടി പറഞ്ഞു ഐ എം റെഡി, എനിക്ക് പുറത്തേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി. 9 months ഒക്കെ ആയി, ഫുൾ ടേം ബേബി ആയി. അപ്പൊ എന്താവും? അപ്പൊ പിന്നെ അത് പുറത്തേക്ക് വരുന്ന ഒരു സ്റ്റേജ് ചൈൽഡ് ബർത്ത് അല്ലെ? ദാറ്റ് ഈസ് പാർച്ചുറേഷൻ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ എന്ത് നടക്കുന്നുണ്ട്? കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും മാമറി ഗ്ലാൻഡ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. നമ്മൾ എന്താ പറയും? ലാക്ടേഷൻ. അപ്പൊ ഞാനൊന്നൊരു ക്രിസ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പേജിൽ പഠിക്കാനുള്ള ആസ്പെക്ട് നമ്മൾ ക്രിസ്പായിട്ട് പറയട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. ദാറ്റ് ഈസ് ഇവന്റ്സ് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ആദ്യം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ വി ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ്. പിന്നെന്താണ്? വിവിപാരസ് ആണ്, ദാറ്റ് ഈസ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. പിന്നെന്താണ്? ഇവന്റ്സ്, ദാറ്റ് ഈസ് ഗെമിറ്റോജനസിസ്, ഫോർമേഷൻ ഓഫ് ഗെമേറ്റ്സ്. മെയിലാണെങ്കിൽ സ്പേം, ഫീമെയിലാണെങ്കിൽ ഓവം. ഓക്കെ, അപ്പൊ ഗെമിറ്റോജനസിസ് അത്രയും പഠിച്ചു വയ്ക്കും. ബാക്കിയുള്ള നമുക്ക് പിന്നെ പഠിക്കാം. സെക്കൻഡ് എന്താണ്? ഈ ഉണ്ടായ ഗെമേറ്റ്സ് സ്പേമിനെ സെമനിലുള്ള സ്പേമിനെ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് അതിനെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പറയും? ഇൻസെമിനേഷൻ. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മെയിൽ ഗമേറ്റ് ഇൻടു ദ into the female reproductive tract. അത് എന്തിലാണ് ആ മെയിൽ ഗമേറ്റ് ഉണ്ടാവുക? ആ ഇജാക്കുലേഷൻ ഉള്ള ഫ്ലൂയിഡിലാണ്, ദാറ്റ് ഈസ് സെമനിലാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ the fusion of this male gamete and the female gamete.
എഗ്ഗും ഓവം ആൻഡ് സ്പേം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് എന്താ ലേറ്റർ ഇസ് ദ ഇംപ്ലാന്റേഷൻ സ്റ്റേജ്. ഓക്കെ, ഇംപ്ലാന്റേഷൻ ഞാനത് എഴുതിയില്ല. ഓക്കെ, ഇംപ്ലാന്റേഷൻ സ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, ഇതെന്താ വേറിട്ടൊക്കെ നിൽക്കുന്നേ, നമ്മളിങ്ങനെ ഒരു കളറിലാക്കണ്ടേ? ഓക്കെ, ഇംപ്ലാന്റേഷൻ. അപ്പോൾ നാലാമത് വരുന്നതാണ്, അതവിടെ പോയി അറ്റാച്ച് ചെയ്തു, ഉണ്ടായിരുന്ന സൈഗോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ അത് പോയി അറ്റാച്ച് ചെയ്ത് യൂട്രസിൽ ഇംപ്ലാന്റേഷൻ. പിന്നെ വരുന്നതാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ അത് വളർച്ച നടന്ന് അതെന്തായി, അത് ഒരു ഫുൾ ടേം ബേബി ആയി. അപ്പൊ ആ എംബ്രിയോണിക് ഡെവലപ്മെന്റ് പീരീഡ് നമ്മൾ എന്ത് പറയും? ജസ്റ്റേഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടിയായാൽ അത് പുറത്തേക്ക് വരണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് ചൈൽഡ് ബർത്ത്, ദാറ്റ് ഇസ് പാർച്ചുറേഷൻ. പിന്നെ ലാസ്റ്റ് അതിന്റെ ഒപ്പം തന്നെ, ആ ഇവന്റിന്റെ ഒപ്പം തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് പറഞ്ഞത് ദാറ്റ് ഇസ് ലാക്ടേഷൻ. ഇല്ലേ, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും, മാമറി ഗ്ലാൻഡ്സ് ബേബീനെ ഫീഡ് ചെയ്യണം. ഇനി നമ്മളിതിൽ വേറൊരു കാര്യം ജസ്റ്റ് ഒരു 2 ലൈൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ ഗെമറ്റോജെനസിസ് ദാറ്റ് ഇസ് സ്പേം ഉണ്ടാവുന്ന കാര്യം പറഞ്ഞില്ലേ, അത് മെയിലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ഓൾഡ് ഏജിൽ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫീമെയിൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 years ആകുമ്പോൾ ഫീമെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ആവറേജ് വേരി ചെയ്യാം, ബട്ട് ആവറേജ് സ്റ്റേറ്റ് പറയുമ്പോൾ എന്താണ്? 50 years. അത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ മെനോപോസ് എന്നൊക്കെ നമ്മൾ പറയും, മെൻസ്ട്രേഷൻ പീരീഡ്സ് നിൽക്കുന്നില്ല. അപ്പോൾ അത് നിന്നു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഓവുലേഷൻ സ്റ്റേജ് ഒക്കെ നിന്നു. ഓക്കെ, അപ്പോൾ ഒരു 50 years ആകുമ്പോൾ ഫീമെയിലില് അതുണ്ടാവുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നുണ്ട് അതിന്റെ ഗെമറ്റോജെനസിസ്. ഇത്രയൊക്കെയുള്ളൂ പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷന്റെ ഭാഗം. ഞാൻ അതിന്റെ ടെക്സ്റ്റിൽ NCERT ലാംഗ്വേജ് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി.